ഗൈസ്, ഇന്ന് അടുത്തുള്ളൊരു ഐലൻഡിൽ പോവാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, കാണാം. ഗൈസ്, ഹാർബറിൻ്റെ അവിടെ എത്തി. ഫെറി ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ച് ക്ലൗഡിയാണ്, മഴ ചാറുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഐലൻഡിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു വിസിറ്റിന് വേണ്ടി പോകുന്നത്. കുറേ വർഷത്തിന് ശേഷം, കുറേ കാര്യങ്ങൾക്ക് ശേഷം. നോക്കാം. ഞങ്ങളൊരു 3 പേരാണുള്ളത്. 3 പേര് പോകാൻ തീരുമാനിച്ചു. ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, ഹാർബർ എത്തിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ക്ലൗഡിയാണ്, ജസ്റ്റ് ഡ്രിസ്ലിംഗ് ഉണ്ട്. എന്താണെന്ന് അറിയില്ല. പക്ഷേ ഫെറി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 7:15 പക്ഷേ ഇനി എത്തിയിട്ടില്ല. ലേറ്റാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. ജിത്ത് സാറും ജോമൻ സാറും. അടിപൊളി ടീച്ചർമാരാണ് 2 പേരും. ഇത് വെയിറ്റിംഗ് ഷെഡാണ്. മഴ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറി നിന്നു. വളരെ മനോഹരമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഫെറി അവിടുന്ന് നമ്മൾ കാണാൻ പറ്റും. ഫെറി വരുന്നുണ്ട്, സ്ലോവായിട്ട് വരുന്നത്. ഫെറി എത്താനായി. അതിൻ്റെ കൂടെ തന്നെ ഒരു ലോഞ്ചും വരുന്നുണ്ട്, ചെറിയൊരു ബോട്ടും വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഫെറി എത്തി. വേറൊരു ലോഞ്ച്, സാധാ ചെറിയൊരു സ്പീഡ് ബോട്ടാണ്. ഫെറി വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ക്ലൗഡിയായിട്ട് തന്നെ ഉള്ളത്. പക്ഷെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. മാൽദീവ്സിലെ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് വെയിലായിരിക്കും. പക്ഷെ അധികം നീളില്ല. അത് ഇവിടെ എത്തി. ഇതിപ്പോൾ ക്ലിയർ സ്കൈ ആണെങ്കിൽ നല്ല കാഴ്ചയായിരിക്കും. ഈ വെള്ളം വന്നിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബ്ലൂ കളർ തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ബ്ലൂയിഷ് കളറായിരിക്കും. ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടുള്ള അവസ്ഥയാണ്. കുറേ എത്തിയിട്ടുണ്ട്. ഹാർബറിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഉൾവശം. ഒരു ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ജോലിക്കാരായിട്ട് 1-2 പേരുണ്ട്. ആൾക്കാരൊക്കെ കയറാണ്. ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ തന്നെ അടുത്തുള്ള ഐലൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഫെറിയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഡെയിലി സർവീസാണ്, ഫ്രൈഡേ മാത്രമല്ല. ഇത് ക്യാപ്റ്റൻ്റെ റൂമാണ്. ഇങ്ങനെയാണ് ബോട്ടിൻ്റെ ഉള്ളിൽ. ഇത് ഇവിടെയൊക്കെ നമുക്ക് ലഗേജസ് എടുത്ത് വയ്ക്കാണ്ട് ഉപയോഗിക്കാം. ഇത് നിറയെ റൂമുകളുണ്ട്, നിറയെ ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിലത്തെ ഭാഗം, ഉള്ളിലത്തെ ഇതാണ്. നിറയെ പേർക്ക് എടുക്കാം. ലൈഫ് ജാക്കറ്റ്സ് എല്ലാ സൗകര്യങ്ങളുണ്ട്. ക്യാപ്റ്റൻ്റെ റൂം. ക്യാപ്റ്റൻ്റെ റൂമാണ്. പിന്നിൽ ഐലൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇതാണ് എൻട്രൻസ്. എഞ്ചിനാണ്, എഞ്ചിൻ.
ഐലൻഡിന്റെ പിൻവശത്ത് നിന്നുള്ള കാഴ്ചയാണിത്. വളരെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഐലൻഡ്. ആ നേരെ കാണുന്ന ഐലൻഡ് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. മഴക്കാറുണ്ട്, മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം എത്തിയിട്ടുണ്ട്. ബോട്ടില് ഒരു കപ്പി, ക്യാപ്റ്റൻ, പിന്നെ ടിക്കറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരാള്, പിന്നെ ഒരു എക്സ്ട്രാ ഒരാൾ, അങ്ങനെ 2 ക്രൂ മെമ്പേഴ്സാണ് ഉള്ളത്. 3 പേര്. ഐലൻഡ് എത്തി. ഇതും ഒരു ചെറിയൊരു ദ്വീപ് തന്നെയാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് ഓഫീസ്, ഒരു ഹെൽത്ത് സെന്റർ, ഇതൊക്കെയാണ് ഉള്ളത്. എത്താറായതുകൊണ്ട് ബോട്ടൊന്ന് സ്ലോ ആക്കി. ഹാർബറിൽ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. നമ്മളെത്തി അവിടെ. ഇതാണ് ഐലൻഡ്. നമ്മളെ റിസീവ് ചെയ്യാൻ സാധ്യത നമ്മളൊരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. എത്തിയിട്ട് നമ്മളെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് റിസീവ് ചെയ്യാൻ. ഇതാണ് ഐലൻഡ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സാണിത്. ഹായ്, മോർണിംഗ് മാഷേ. ഇതാണ് ഐലൻഡ്. അങ്ങനെ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഈ ഐലൻഡിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെയാണ്. കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്കുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ലൈഡറുണ്ട്, പിന്നെ ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, ഇതൊക്കെയാണുള്ളത്. നോക്കാം. പൂവരച്ച് മരമാണുള്ളത് ഇവിടെ. അത്യാവശ്യം ചെറിയൊരു പാർക്ക്, കുഴപ്പമില്ലാത്ത പാർക്കുണ്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. KG തൊട്ടിട്ടുള്ളത് ഒരു 5 വയസ്സ് വരയ്ക്കുള്ള, 5-10 വയസ്സ് വരയ്ക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാറ്റാടി മരങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ വന്ന ഫെറി. തിരിച്ചു പോകണവർ ഇനി വൈകിട്ടാണ് വരുന്നത്. പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. വേറൊരു ഐലൻഡിലേക്ക് വന്നതാണ്.
നല്ല മനോഹരമായിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിശ്രമിക്കാനും അതേപോലെ തന്നെ വലിയൊരു ആൽമരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൂപ്പറായിട്ടുള്ള ആൽമരം, പപ്പായ ചെടി, പേരയ്ക്ക എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. അവിടെ എത്തി, അതിലെത്തി പിന്നെ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളാണ്. എന്തായാലും ഫുൾ വ്യൂ നമുക്ക് പിന്നീട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് മാത്രം. റൂമിൽ മഴവെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള സെറ്റപ്പാണ്. മഴവെള്ളമാണ് ഇവിടെ വർഷം മുഴുവനും മാലദ്വീപ്സിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. നല്ല സെറ്റപ്പാണ്. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്കൂളൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളാണ്, ഫുള്ള് മരങ്ങളാണുള്ളത്. വെയിറ്റിംഗ് ഷെഡാണ് സ്കൂള്. എൻട്രൻസ് വലിയൊരു മരം നമുക്ക് അവിടെ കാണാൻ കഴിയും. വലിയൊരു ആൽമരമാണ്. വലിയൊരു ആൽമരാണിത്. പലതരത്തിലുള്ള പൂക്കളുമുണ്ട്. സ്കൂളിൻ്റെ പരിസരം അലങ്കരിച്ചിട്ടുണ്ട്. അരളി, ഇത് ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. എന്തൊരു ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സ്കോർ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെയറുകൾ, കുടിവെള്ളങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റോൺ ആപ്പിളാണ്, ഇളന്തപ്പഴം എന്ന് പറയുന്നത്. നിറയെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിലെത്തി. ഇത് ഐലൻഡാണ്. നേരെ പോയി അപ്പുറത്ത് കാണുന്നത് ബീച്ചാണ്. അങ്ങനെ റൂമിലെത്തി. ഇതാണ് സാറിൻ്റെ വീട്. എത്തി. ഇതവിടെ റൂമാണ്. ഇത് പുഷ്പ സാറ്. ഓക്കെ സാർ. ഇത് കിച്ചണാണ്. ഇത് ഇവിടെ 2 റൂമുകളാണുള്ളത്. ഇത് സാറ്. ആ സാർ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ. ഇത് വിപിൻ സാറാണ്. ഓക്കെ ഓക്കെ. ഇത് ചെറിയൊരു അടുക്കളത്തോട്ടാണ്. കുമ്പളങ്ങ, പപ്പായ, പിന്നെ കോവയ്ക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്.